60% സാക്ഷരതയുള്ളവർ എന്നും രാജ്യത്തിലെ തന്നെ ഏറ്റവും പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളെന്നും പൊങ്ങച്ച പറയുന്ന മലയാളികളെ അവരുടെ ഭരണവർഗ പാർട്ടിയായ CPM എങ്ങനെയാണ് സമർത്ഥമായി പറ്റിക്കുന്നത് എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് CPMന്റെ ഔദ്യോഗിക പേജിൽ കൊടുത്തിരിക്കുന്ന ഈ വ്യാജ വാർത്ത. ഇന്ത്യയിലെ PSC നിയമനങ്ങളുടെ 60%വും കേരളത്തിലാണത്രേ. ഇത് കേൾക്കുന്ന ആളുകൾക്ക് എന്താണ് തോന്നുക? കേരളത്തിൽ മാത്രമാണ് സർക്കാർ നിയമനങ്ങൾ നടക്കുന്നത് എന്നും ഇന്ത്യയിലെ ബാക്കിയിടങ്ങളിലൊക്കെ ജനങ്ങൾ സ്വകാര്യ മേഖലയിലാണ് ജോലി ചെയ്യുന്നതുമെന്നല്ലേ? എന്നിട്ട് ഈ കല്ല് വെച്ച നുണ SFI, DYFI, CITU മറ്റു ഇടതു സംഘടനകൾ വഴി വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്യും. 2025 36,813 നിയമനങ്ങൾ നടത്തിയെന്നും 145 കോടി ജനം വസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തിലാകെ നടക്കുന്ന നിയമനങ്ങളിലെ 60%വും ഈ കേരളത്തിലാണ് എന്നുമാണ് തള്ളുന്നത്. സാമാന്യ ബോധം വെച്ച് വിലയിരുത്തിയാൽ പോലും ഇത് കളവാണ് എന്ന് മനസ്സിലാകും. എങ്കിലും പ്രബുദ്ധ മലയാളി ഇതിനൊന്നും മെനക്കെടാറില്ല എന്ന ധൈര്യം കൊണ്ടാണ് ഇടതുപക്ഷം ആവർത്തിച്ച് ഇത്തരം നുണകൾ പ്രചരിപ്പിക്കുന്നത്. ഇനി ഇതിലെ വസ്തുത എന്താണെന്ന് എന്ന് നോക്കാം. കേരളത്തിൽ നടക്കുന്ന എല്ലാ സർക്കാർ നിയമനങ്ങളും PSC വഴി മാത്രമാണ് നടക്കുന്നത്. പോലീസിലേക്കായാലും സ്കൂളിലേക്കായാലും ആശുപത്രിയിലേക്കായാലും എല്ലാം ഇവിടുത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി മാത്രമാണ് നടക്കുക. അങ്ങനെ സകല വകുപ്പുകളും ചേർന്ന് നടത്തിയ നിയമനങ്ങളുടെ നമ്പറാണ് 36,813 എന്നത്. എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിൽ അങ്ങനെയല്ല. അവർക്ക് പോലീസ്, അഗ്നിശമന സേന, ജയിൽ വാർഡൻ, എക്സൈസ് തുടങ്ങിയ നിയമനങ്ങൾക്ക് ഒരു ബോർഡ്, ആരോഗ്യ പ്രവർത്തകരെ നിയമിക്കാൻ മറ്റൊരു ബോർഡ്, ടീച്ചേഴ്സിന് ഒന്ന്, ഇങ്ങനെ പ്രത്യേകം ബോർഡുകൾ വഴിയാണ് തമിഴ്നാട്, കർണാടക, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് തുടങ്ങി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും നടത്തുന്നത്. ഇവിടെയൊക്കെയും PSC നിലവിലുണ്ട് എങ്കിലും ചില പ്രത്യേക നിയമനങ്ങൾ മാത്രമാണ് അവിടെ വഴി നടക്കുക. അത് മാത്രമല്ല, കേരളത്തിലെ പോലെ വലിയൊരു ബോർഡും 4 ലക്ഷം വീതം ശമ്പളം വാങ്ങുന്ന പാർട്ടി നോമിനികളായ മെമ്പർമാരും ഒന്നും അവിടെയില്ല. 2025 ജൂൺ മാസത്തിൽ 6,02,440 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് UP സർക്കാർ നിയമിച്ചത്. വിദ്യാഭ്യാസ മേഖലയിൽ ആകെ നടന്ന നിയമനം 1.60 ലക്ഷമാണ്. ആരോഗ്യ വകുപ്പ്, സർക്കാർ കമ്പനികൾ, കോർപ്പറേഷൻ, കൃഷി, ഗതാഗതം, മറ്റു വിവിധ വകുപ്പുകൾ എല്ലാം കൂട്ടിയാൽ വീണ്ടും ലക്ഷങ്ങൾ വരും. പോലീസ് റിക്രൂട്ട്മെന്റ് സെലക്ഷൻ ബോർഡാണ് ആഭ്യന്തര വകുപ്പിലെ നിയമനങ്ങൾ നടത്തുന്നത് എങ്കിൽ എഡ്യൂക്കേഷൻ സർവീസ് സെലക്ഷൻ കമ്മീഷനാണ് വിദ്യാഭ്യാസ മേഖലയിൽ നിയമനം നടത്തുന്നത്. അവിടെയും ഉത്തർപ്രദേശ് PSC നിലവിലുണ്ട്. അവരുടെ കീഴിൽ വരുന്ന നിയമനങ്ങൾ കുറവായിരിക്കും. ഇതുപോലെ തന്നെയാണ് തമിഴ്നാട് സർക്കാരും ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷം മാത്രം 19,000 അധ്യാപകരെയാണ് തമിഴ്നാട് സർക്കാർ നിയമിച്ചത്. ആകെ നിയമനങ്ങൾ നോക്കിയാൽ അതും ലക്ഷത്തിന് മീതെയാകും. കർണാടകയിൽ 17,000 പോലീസുകാരെയും 18,000 ടീച്ചർമാരെയും 2025 മാത്രം നിയമിച്ചിട്ടുണ്ട്. മറ്റു ഉദ്യോഗാർത്ഥികളുടെ വിവരം കൂടി ചേർത്താൽ കേരളത്തിന്റെ ഇരട്ടിയിലധികം വരും. മഹാരാഷ്ട്രയിൽ, മധ്യപ്രദേശിൽ, ആന്ധ്രയിൽ, ഗുജറാത്തിൽ, എന്തിനേറെ പറയുന്നു ബീഹാറിൽ വരെ നടന്ന സർക്കാർ നിയമനങ്ങൾ എടുത്തു നോക്കിയാൽ കേരളത്തിന്റെ എത്രയോ മടങ്ങ് അധികമാണ് എന്ന് കാണുവാൻ സാധിക്കും. ഇതാണ് വാസ്തവം എന്നിരിക്കെ ഇവിടെ നടക്കുന്ന പിൻവാതിൽ നിയമനങ്ങൾ, പാർട്ടി അനുഭാവികളായ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തൽ, യുവ നേതാക്കളുടെ ഭാര്യമാർക്ക് നൽകുന്ന സർവകലാശാല നിയമനങ്ങൾ, പാർട്ടിക്കാരെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ 2.5 വർഷം നിർത്തി ആജീവനാന്ത പെൻഷൻ നൽകുന്ന പരിപാടികൾ, കോഴ വാങ്ങിയുള്ള സഹകരണ നിയമനങ്ങൾ തുടങ്ങി സർവ്വ തട്ടിപ്പും പുറത്ത് ചർച്ചയാകാതെ ഇരിക്കാനുള്ള അടവാണ് ഈ PSC കണക്ക് പറഞ്ഞുകൊണ്ട് നടത്തുന്ന തള്ളലുകൾ. റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടും നിയമനം ലഭിക്കാതെ ആയിരങ്ങൾ സമരം ചെയ്യുമ്പോൾ പൊതുജനത്തെ കണക്കിലെ കളികൾ കൊണ്ട് കബളിപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നത്. ഈ പാർട്ടി കൊണ്ട് ജീവിക്കുന്നവരും ഈ പാർട്ടി വെച്ച് നീട്ടുന്ന ഔദാര്യങ്ങളിൽ കണ്ണുനട്ടിരിക്കുന്നവരുമല്ലാതെ വേറെ ആരും ഈ പ്രസ്ഥാനത്തെ ഇപ്പോൾ പിന്തുണയ്ക്കുന്നില്ല. ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ പോലും വളരെ വലിയ കാപട്യമാണ് ഇവർ ഇന്നാട്ടിലെ യുവാക്കൾക്കും അഭ്യസ്ത വിദ്യർക്കും തൊഴിൽ അന്വേഷകർക്കുമെതിരെ നടത്തുന്നത്. കഷ്ടപ്പെട്ട് പഠിച്ച് ലിസ്റ്റിലെത്തിയ മിടുമിടുക്കന്മാരും മിടുക്കികളും നൈരാശ്യരായി നിൽക്കുമ്പോൾ പാർട്ടി വഴിയെത്തിയ ശരാശരിക്കാർ പിൻവാതിൽ നിയമനം നേടുകയും ബ്യൂറോക്രസിയെ പാർട്ടിക്ക് അനുകൂലമായി നിലനിർത്തുകയും ചെയ്യുകയാണ്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ മറ്റു സംസ്ഥാനത്തിൽ ആവോളം നിയമനം നടത്തുന്നവരെ ഇകഴ്ത്തുകയും പരിഹസിക്കുകയും ചെയ്യുന്നു. ഈ തട്ടിപ്പ് മറച്ചുവെക്കാൻ നടത്തുന്ന ഒരു PR പ്രചാരണവും വകവെച്ചു കൊടുക്കരുത്. ഈ കൊടും കാപട്യം ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുക തന്നെ വേണം.